ഹലോ! ഹെൽപ്പ് ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പുതിയ വർഷത്തിൽ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായില്ലേ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. അങ്ങ് പുറത്ത് നമുക്ക് ഇവിടെ എല്ലാം കഴുകി ഇറക്കണം. ഇനി എന്തോ കഴുകി ഇറക്കാനാ? ഇന്നലെ ഒരു 5 ടാങ്ക് വെള്ളം തീർത്ത് കഴുകിയതാ. ഇനിയും കഴുകി ഇറക്കണമെന്ന്. അല്ല തൂത്തുവാരി തൂക്കണം. ഇന്നത്തെ വീഡിയോയും ഒരു 2-3 ദിവസത്തെ ക്ലിപ്സാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് വാർപ്പെടുത്തുകൊണ്ട് പോകുന്നു, അല്ല ഉണ്ടാവെടുത്തുകൊണ്ട് പോകുന്നു, കസേരകൾ ഇറക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കുറേ ദിവസമായില്ല എന്നെ കണ്ടിട്ട്. ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു, കുറേ പേര് കോൾ ചെയ്ത് ചോദിച്ചു, എന്തി ബെൻസി സുഖമില്ലേ? ബെൻസി ഇപ്പോൾ ഒരു 10 ദിവസം അടുപ്പിച്ച് കാണാതിരുന്നാൽ പേടിയാണ്, ഹോസ്പിറ്റലിലെങ്ങാണോ ആയോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അങ്ങോട്ട് നന്ദി പറയണമെന്ന് പറയത്തില്ല. ഇത്രയും കെയറിങ് ആണ് നിങ്ങളെല്ലാവരും. അതിവിടെ ഇറക്കി വെച്ചിട്ട് പിന്നെ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് ഒരാളെ കൂടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ കസേരയൊക്കെ എടുത്ത് വെക്കുന്നത്. സെഫിനെ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്, തൊട്ട് മേലെ വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ സെഫിൻ്റെ പപ്പയുടെ അനിയനാണ് ഈ കാണുന്നത്, ഫിലിപ്പച്ചാൻ. ഗൾഫിലാണ് കേട്ടോ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേ ഭാഗങ്ങളിൽ നമുക്ക് ഫിലിപ്പച്ചാനെയും കാണാം. നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സെഫിൻ്റെ കൂടെ മെഫിൻ ഇപ്പോൾ +1 ആയി, വലിയ കോളേജ് പയ്യനായി. അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ സെഫിൻ ഇപ്പോൾ വന്നിരുന്ന കണക്ക് മെഫിൻ അങ്ങനെ വരാറില്ല. മെഫിൻ്റെ പപ്പയാണ് ഫിലിപ്പച്ചാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചർച്ചിൻ്റെ പ്രെയർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഈ കസേരകളും മേശകളും പാത്രങ്ങളും ഒക്കെ ഇറക്കിയത്. ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കുവാണ്. അപ്പോൾ രാത്രിയിലാണ്, സൺഡേ രാത്രിയിലാണ്, വൈകിട്ട് 6:30ക്കാണ് പ്രെയർ വെച്ചിരിക്കുന്നത്. നമ്മുടെ മുറ്റത്ത് തന്നെ വെക്കാനാണ്. കാരണം ഇവിടെ ചർച്ചിൽ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട്, അല്ലാതെ ഇട ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ നടത്തിയാൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് പല പ്രാർത്ഥനകളും മുടങ്ങുന്നത്, കാരണം ആളുകൾ കൂടുതലുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വന്നു. രണ്ടുപേരും മാച്ചിങ് ആയിരുന്നല്ലോ ഉടുപ്പ്. 24-ാം തീയതി രാത്രി 6:30ക്കായിരുന്നു പ്രാർത്ഥന ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ 23-ാം തീയതി മേശയും കസേരയെല്ലാം ഇറക്കി, സാധനങ്ങൾ, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം, പച്ചക്കറികളെല്ലാം സെഫിനായിരുന്നു എല്ലാത്തിനും കൂടെ നിന്നത്. അപ്പോൾ അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഒരു 2 മണിയൊക്കെ 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ ചർച്ചിൽ നിന്ന് പാസ്റ്റർ വിളിച്ച് ചോദിച്ചു, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും ആയോ? അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് പ്രെയർ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. ചർച്ചിലൊരു അച്ഛൻ ക്യാൻസറായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇനിയിപ്പം ഇവിടെ കിടത്തിയിട്ടും കാര്യമില്ല, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും പ്രെയർ മാറ്റി വെക്കേണ്ടി വരും. എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും അങ്ങനെ പ്രെയർ മാറ്റി വെച്ചു. അന്ന് വെളുപ്പിന് അച്ഛൻ മരിച്ചു. അതായത് ഞായറാഴ്ച വെളുപ്പിന് അങ്ങനെ പ്രെയർ മാറ്റി വെച്ചു. എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ നിരത്തിയിട്ടു. ഉള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും. കാരണം ഇപ്പോഴത്തെ സവാളയെന്ന് പറഞ്ഞാൽ പുറമേ നല്ല ഭംഗിയാണ്, പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ എന്താണ് ഒറിജിനൽ എന്നറിയുന്നത്. മുറ്റത്തു നിന്ന് തന്നെ കിട്ടിയൊരു പപ്പായയാണ്, കുഞ്ഞു പപ്പായ, പക്ഷെ നല്ല മധുരമായിരുന്നു. നാളെ ഉച്ചവരെ ഉള്ളോ? അവനെ കൊണ്ട് എന്തോ പരിപാടിയുണ്ട്. ഓ ഒരു ഇഞ്ഞെടുക്കും, ഞാൻ ടീച്ചർ എന്ന് വിളിക്കും, ചോദിക്കും. സയൻസ് എക്സിബിഷൻ അല്ലയോ എൻ്റെ പറയുന്നേ? എക്സിബിഷൻ അതെന്തു പറയാനൊന്നുമില്ല, എവിടെയെങ്കിലും ആയിരുന്നെന്ന് പറ. സെഫിന് സയൻസ് എക്സിബിഷന് അവൻ സ്കൂളിൽ
ഹെലികോപ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. 1 മാസത്തിന് മുമ്പേ പറഞ്ഞതാണ്. അപ്പം നാളെ പിറ്റേന്ന് എക്സിബിഷനാണ്. അന്നേരമാണ് അവൻ ഓർക്കുന്നത് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. വീട്ടിൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. എന്തോ ചെയ്യൂന്ന് പറ. എന്താ ചെയ്യൂന്ന് പറ. നമ്മളൊക്കെ ഒരു കാര്യങ്ങളെ അവനത് വിഷയം. നീ എങ്കിൽ ഈ ഹെലികോപ്റ്റർ അല്ലാതെ വല്ല ബൾബ് കത്തുന്നതോ ബൾബ് കത്തുന്നതോ ബൾബിനകത്ത് കണക്ഷൻ കൊടുക്കുന്നതോ എടാ, ഒരു മാസ്റ്റർ ബൾബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബൾബ് കത്തുമ്പോ ഒന്ന് അണയുന്ന വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഇന്നും ഉണ്ടാക്കി തരക്കൂ. അത് മാസ്റ്റർ ബൾബ് ഇല്ല. അല്ല വേറെ ബൾബുണ്ടോ? ഒരുമയില് കിട്ടുമായിരുന്നു. വേറെ ബൾബുണ്ടോ? ഏതാ? ഇന്ന് രാത്രി കൊണ്ട് എല്ലാവരും ചെയ്യും. നേരത്തെ ആയിരുന്നു ഒപ്പിച്ചു കൊടുക്കായിരുന്നു. അവനൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ഇതിന്റെ കാര്യം പറയാം. സെഫിൻ്റെ സിസ്റ്ററാണത്. അവൾ പറഞ്ഞത് നല്ല എളുപ്പമായിരുന്നു. അതായത് ബലൂണൊക്കെ വെച്ചിട്ട് സ്ട്രോ വെച്ചിട്ട് അതിനകത്തൂടെ വെള്ളം വരുന്നത്. അവസാനം അത് തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലാതെ ഹെലികോപ്റ്ററിൻ്റെ ചിറകുണ്ടാക്കാൻ ഞാനും ഓപ്പിയും കൂടെ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. എനിക്കിതിനെപ്പറ്റി ഒരു എന്താണ് അങ്ങനെ ഒരു ടാലൻ്റ് ഒന്നും എനിക്കില്ല കേട്ടോ. അതായത് ഈ ഇങ്ങനെ കട്ട് ചെയ്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കുന്നതോ അങ്ങനെയുള്ള ഒരു ഇതിലും എനിക്ക് ടാലൻ്റ് ഇല്ല. അങ്ങനെ എന്തായാലും സംഭവം പിന്നെ പെട്ടെന്ന് യോസാനും അവനൂടെ രാത്രി കടയിൽ പോയി സ്ട്രോയും ഒപ്പിച്ച് വളഞ്ഞിരിക്കുന്ന സ്ട്രോ വേണമായിരുന്നു. അത് റെഡിയാക്കി പിന്നെ ഒരു ബലൂൺ ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ശരിയാക്കി കൊണ്ടുപോയെന്ന് പറയുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇവിടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വലിയ അഴുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളതാണ്. ഞാൻ അങ്ങനെ വലിയ വൃത്തികേടാക്കി ഇടാറില്ല എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റ് ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഈ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ മുതൽ, ഈ പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1.5 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു, അതോ 2 ആണോ ഓർക്കുന്നില്ല. അപ്പം ഒരു പ്രശ്നമില്ല, നല്ല ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതുപോലെ ഈ ഷീറ്റ് വിരിച്ചിട്ട് ഓരോ സാധനങ്ങൾ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഒട്ടും അഴുക്കാകില്ല. എന്ന് ഫ്രിഡ്ജ് മേടിച്ചോ അന്ന് തൊട്ട് ആ ഷീറ്റ് യൂസ് ചെയ്യുകയാണ് കേട്ടോ, വാഷ് ചെയ്തിട്ട്. അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു. അപ്പം ജോസാൻ ഇതെല്ലാം തുടച്ച സമയം കൊണ്ട് ആ റാക്കുകളും ഷീറ്റുകളും എല്ലാം ഞാൻ കഴുകി. വലിയ രീതിയിൽ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. കച്ചറൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ എല്ലായിടത്തും മാറ്റി. ഇനിയിപ്പോൾ നിറയും, കാരണം ഓരോ ദിവസവും കഴിയുന്തോറും സാധനങ്ങൾ നമ്മൾ വെക്കുമല്ലോ. അപ്പം ഞാൻ ഡേറ്റ്സും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇപ്പം ഞാൻ വിചാരിക്കുന്നു അതൊരു വേറെ ഒരു പാത്രത്തിലാക്കി വെക്കണമെന്ന്. സ്ഥലം ഒത്തിരി പോകുന്നുണ്ട്. ഈ സൈഡിലൊന്നും വലുതായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇന്നത്തെ ഓൾറെഡി നമ്മുടെ വീഡിയോ എടുത്തായിരുന്നു. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാഞ്ഞതാണ്. ഓൾറെഡി വീഡിയോ എന്ന് പറയുന്നത് നല്ല വലിയൊരു വീഡിയോ ആണ് ഇന്നത്തെ, അതായത് വലിയൊരു വ്ളോഗാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ പ്രയർ ഡിസൈഡ് ചെയ്തത് 7-ാം തീയതി ഞായറാഴ്ചയാണ്. അതായത് അതിനുശേഷം 24 കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയറിൻ്റെ ഒക്കെ പ്രോഗ്രാം, ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു, പിന്നെ ന്യൂ ഇയറിൻ്റെ രാത്രി പ്രയർ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സൺഡേ നടക്കത്തില്ലല്ലോ, പിന്നെ കൊട്ടാരക്കര കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 7-ാം തീയതിയാണ് നമ്മൾ പ്രാർത്ഥന ഡിസൈഡ് ചെയ്തത്. അപ്പോൾ 6-ാം തീയതിത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി മുതൽ കാണുന്നത്. 6-ാം തീയതി അതായത് പ്രയറിൻ്റെ തലേന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പം ബാക്കിയുള്ള രാവിലെ ദോശയും ചമ്മന്തിക്കറിയായിരുന്നു. ഇന്ന് എനിക്ക് ഹെൽപ്പിന് വേണ്ടി ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം ഓൾറെഡി തൂത്തതോടൊപ്പം എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പ്രയറിന് മുമ്പ് ചേച്ചിയെ വിളിച്ചതാണ്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞേ വെക്കത്തുള്ളൂ കേട്ടോ, കാരണം ഈ മാവ് നന്നായിട്ട് പുളിച്ചില്ലായിരുന്നു. രാത്രി 8 മണിക്ക് അരച്ച് വെച്ചതാണ്, എങ്കിലും രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ദോശയുടെ ആ ഒരു മണം അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷമാണ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ കുറച്ച് തേങ്ങ കൂടുതൽ തിരുമ്മിയായിരുന്നു, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി. ഞാൻ എപ്പോഴും പറയുമല്ലോ, തേങ്ങ തിരുമ്മുമ്പോൾ കുറച്ച് കൂടുതൽ തിരുമ്മി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തുണ്ടാക്കണമെങ്കിലും തേങ്ങ തിരുമാനായിട്ട് പോകണ്ട, അതിനങ്ങോട്ട് എടുത്താൽ മതി. പക്ഷേ എൻ്റെ ഒരു ദോഷം എന്താണെന്നറിയോ, എന്തിനേലും തേങ്ങ എടുക്കുമ്പോൾ കൂടുതൽ അങ്ങ് എടുക്കും. അതൊരു ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരുമ്മുവാണെങ്കിൽ തിരുമാനുള്ള മടി കൊണ്ടാണ് ഇത്രയത്തിൽ നിർത്താമെന്ന് ചിന്തിക്കും. അപ്പോൾ ചമ്മന്തിക്കറിയും ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു. ചമ്മന്തിക്കറിയുടെയൊക്കെ ഇഷ്ടംപോലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ശരിക്കും ക്ലീനിങ് ഉണ്ട്. അന്നും പിന്നെ രാവിലെ പോയി പച്ചക്കറികളൊക്കെ മേടിക്കണമായിരുന്നു, കാരണം അതിന് ഏകദേശം 2 ആഴ്ച മുമ്പായിരുന്നല്ലോ സാധനങ്ങളെല്ലാം മേടിച്ചത്. അതിൽ കൂടുതലും ഞാൻ വീട്ടിലൊക്കെ എടുത്ത് യൂസ് ചെയ്ത് തീർത്തു. ഉള്ളിയാണെങ്കിലും കൊച്ചുള്ളി അധികം എടുത്തില്ലായിരുന്നു, സവാള ഉള്ളി ഞാൻ പറഞ്ഞല്ലോ പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അകമയാണ്
കട്ട് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും അഴുകിയതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കടയിലായാൽ പോലും സവാളയുള്ളി നല്ലതാണെങ്കിൽ മാത്രമേ വെക്കാറുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കാറില്ല കേട്ടോ. കാരണം നമ്മുടെ ഗ്രാമപ്രദേശമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലോ എല്ലാവരും വന്ന് പറയും. പക്ഷേ നമ്മുടെ റോഡ് സൈഡിൽ നിന്നോ മറ്റ് കടകളിൽ നിന്നോ വാങ്ങുവാണെങ്കിൽ ഇവരാരും പോയി പറയാറുമില്ല. നമ്മുടെ അടുത്തായതുകൊണ്ട് വന്ന് പറയും അത് മോശമായിരുന്നു, അത് കൊള്ളത്തില്ലായിരുന്നു, പന്നലായിരുന്നു. അപ്പോൾ ജോസൻ തന്നെ ഡിസൈഡ് ചെയ്തതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ പേര് ദോഷം കേൾക്കുന്നത്, നല്ല സാധനമാണെങ്കിൽ മാത്രം വെച്ചാൽ മതി. അതുകൊണ്ട് സവാളയൊക്കെ കൊണ്ടുവന്നാൽ ആദ്യം ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ കടയിൽ വെക്കാറുള്ളൂ. എനിക്കിന്ന് ഏറ്റവും വലിയൊരു പണിയാണ് ഈ പാചകമൊക്കെ ഒന്ന് കഴുകണം, അതുപോലെ തന്നെ ഗ്യാസ് ക്ലീൻ ചെയ്യണം. പാചകം എന്ന് പറയുന്നത് കിച്ചൺ ക്യാബിനറ്റ് എന്നും തുടയ്ക്കുന്നതാണ്, എങ്കിലും വോളും എല്ലാം ഒന്നുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടണം. അതുപോലെ തന്നെ ഇപ്പോൾ 2-3 ദിവസമായി ഈ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കഴുകുന്ന പാത്രങ്ങൾ അന്നേരം ഇത്തിരി വെള്ളം തോന്നിയ ശേഷം അങ്ങ് എടുത്തു വെച്ചാൽ പിന്നെ അവിടെ ഭയങ്കര എന്താണ് തിക്കും തിരക്കുമായിട്ടിരിക്കത്തില്ല. കറിവേപ്പില ഉണ്ടായിരുന്നില്ലേ? ഇരിക്കട്ടെ, ഒരു ചടങ്ങനി. ഇത് ഓമനക്കുട്ടൻ്റെ. നീ ഉണ്ടോ? പിന്നെ സാധനം എന്താ പറയുന്നത്, ഒരു ക്യാമറ അങ്ങ് തലയെ ഫിറ്റ് ചെയ്യണം, അന്നേരം പോകുന്നിടത്ത് എല്ലാ രംഗവും. ആ കർട്ടൻ മാറ്റിയപ്പോഴത്തേക്ക് എന്തോ വെട്ടമേ. അതിപ്പോൾ ഇട്ടിട്ടങ്ങ് ശീലമായി. അതില്ലാതെ ഇട്ട് ഇവിടെ ഇരിക്കാനും തോന്നത്തില്ല, ആരും കാണത്തില്ലല്ലോ. ഈ 3 ചട്ടിയിൽ ഞാൻ മുളക് പാകിയതാണ്, കാന്താരി ഉണ്ടമുളക് എല്ലാം പാകി. ഒരെണ്ണത്തിൽ പൊടിച്ച് വരുന്നുണ്ട്, മറ്റേ 2 ഇതൊന്നും വന്നിട്ടില്ല. നാട്ടിൽ വന്നപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് കേട്ടോ, കുറച്ച് പൊന്നാങ്കണ്ണി മേടിച്ച് പിടിപ്പിക്കണം എന്നുള്ളത്. യൂട്യൂബിൽ തന്നെ പലരുടെയും വാട്സപ്പ് നമ്പരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്ന എല്ലാം ഫിറോസ് ചിറ്റിപ്പാറ പൊന്നാങ്കണ്ണിയാണല്ലോ. പൊന്നാങ്കണ്ണി തന്നെ പല വിധമുണ്ട് കേട്ടോ. അപ്പം പലരും പറയുന്നു ഇത് ഒറിജിനലാണ്, ചിലർ വിമർശിക്കുന്നുമുണ്ട്. എന്തായാലും ഞാൻ മേടിച്ച് നട്ടു, നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ആദ്യ ദിവസം അതിൽ നിന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തില്ല, അതുപോലെ അങ്ങ് നട്ടു വെക്കുമായിരുന്നു. അതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ചെറിയ ശിഖരങ്ങൾ കട്ട് ചെയ്ത് വേറെ അതിൻ്റെ മൂട് പിടിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ കാര്യം, നമുക്ക് ഓരോരുത്തരെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്ന പലരും പറയുന്നതാണ്, ബെൻസിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങളിത് മേടിക്കുന്നത്, കണ്ണടച്ച് മേടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതുപോലൊരു വിശ്വാസം നമുക്കും മറ്റു ചിലരിലുണ്ടല്ലോ. ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇത്രയും കരിയാപ്പല നിരക്ക് തന്നേച്ച് എല്ലാവർക്കും അവർ ഇതേപോലെ കൊടുക്കുന്നു ന്യൂ ഇയർ ആയിട്ട് ഓടിയാണ്. ആ കറിവേപ്പില ഫ്രീ കിട്ടിയതാണോ എന്ന് ഞാൻ ചോദിച്ചേ, അതിനുള്ള മറുപടിയായിരുന്നു അത്. ഓലക്കാലൊക്കെ ഇട്ട് കെട്ടി 1/2 കിലോ മേലുണ്ട്. 1/2 കിലോ ചോദിച്ച് 30 രൂപ. താണ്ട നാരങ്ങ ഉണ്ടോ? ഏറ്റവും അടിക്ക് കിടക്കുന്നു നല്ല നാരങ്ങ. അപ്പോൾ ഈ പാത്രമൊക്കെ ഇന്ന് കഴുകി വെക്കണം, നാളത്തെ ആവശ്യത്തിന് വേണ്ടി. കൊണ്ടുവന്ന പച്ചക്കറികളിൽ കഴുകി വെക്കാവുന്നതെല്ലാം ഇന്ന് കഴുകി വെക്കണം. അത് ഇന്നെന്നല്ല, എപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ടുവന്നാലും ഞാൻ കഴുകിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇത് കരിയാപ്പില കച്ചവടം. ഇവിടെ ഇത് കുറവാന്ന് പറയാം. ഇപ്പൊ ഇതിനേക്കാളും ഇല്ലേ മേടിക്കുന്നത്? ഒരു 2 അച്ചാറിടാനല്ലേ ഉള്ളത്. ഇത് വേണ്ടാന്നല്ലേ പറഞ്ഞു വിട്ടെ. ഉണ്ട് ഇവിടെ കുറച്ച് പാളക്കരിയാപ്പില. ഇത് നല്ലതല്ല, പക്ഷെ മണമുണ്ട്, ഗുണമില്ല. ഇതിന് ഞങ്ങളുടെ ഇവിടെ കാളക്കരിയാപ്പെന്ന് പറയും. കാളക്കരിയാപ്പ്, മറ്റേത് അരിക്കരിയാപ്പ്, ആനക്കരിയാപ്പെന്ന് പറയും. ഇലകൾ പൊഴിയാൻ തുടങ്ങിയതോടെ നേരത്തെ ഇട്ടിരുന്ന കിണറിൻ്റെ നെറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മൊത്തവും കമ്പും കൊള്ളിയും വീണത് മൊത്തം മുറിഞ്ഞ് കിണറ്റിൽ ഇല പോകാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും പുതിയ നെറ്റിട്ടു. ഇതാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ. ഇതിപ്പോൾ 2 ദിവസമായി കേട്ടോ. കാരണം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ 1 ദിവസം മുമ്പേ രാത്രി നല്ല മഴ പെയ്തു.
പിറ്റേന്ന് എനിക്ക് തൂക്കാൻ പറ്റിയില്ല, മൊത്തം നനഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ അത് ആ ദിവസം ഇന്നലെ തലേന്നത്തെ വെയിൽ കൊണ്ട് എല്ലാം വീണ്ടും ഉണങ്ങി. ഇന്ന് മുറ്റം തൂക്കണം. ദേ ഇതാണ് അവസ്ഥ. സത്യത്തിൽ ഭയങ്കര നടുവേദനയാണ് കേട്ടോ. തൊട്ടപ്പുറത്തൊരു ഇതുണ്ട്, ആഞ്ഞിലി, അതിൻ്റെ ഇലയാണ് മൊത്തം കൂടുതലും. മുറ്റമേത് പറമ്പേതെന്ന് അറിയാത്ത അവസ്ഥയാണ്. ജോസാർ ഓമയ്ക്ക കുത്തിയിടുന്നോ? ഓമയ്ക്ക നിപ്പുണ്ട്, കുത്തിയിടുന്നോ? ഗീബാ കിണറിൻ്റെ അവിടെ എങ്ങനെ വെട്ടുവോ എന്താളെ വിളിച്ച്. ആ ആ ആ മാറി ഇന്നോണേ. അല്ലല്ലല്ല, അത് വേണ്ട. അതിനെ കാണാൻ പോലും ഇല്ല. എത്ര ഒരു പടലേ ഉണ്ട്. അത് മുറിക്കുന്നതിന്റെ അന്ന് ഇവിടെ ക്യാമറ എടുക്കണം. അത് എടുക്കുന്നതിന്റെ അന്ന് ഇന്ത്യയിലെ കാണാൻ പോലും ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊല. ഇതിപ്പോ സൂം ചെയ്തപ്പോ ഇച്ചിരി വലിപ്പമുണ്ട്, ഇതിന്റെ പകുതി ഇല്ല. കറിവേപ്പില 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ ഞാൻ ഇതളിതളായിട്ട് ഒടിക്കത്തില്ല, ആ കമ്പോടെ തന്നെ ഒടിച്ചാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇതിങ്ങനെ കണ്ണോപ്പിൽ കുറേ നേരം വെച്ചേക്കും. ഇപ്പോൾ അന്തരീക്ഷത്തിലെ കാറ്റും വെട്ടവും ഒക്കെ കൊണ്ട് ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണോ, അതങ്ങനെ അല്ലാത്തതാണെങ്കിൽ പോലും ഇങ്ങനെ വെക്കുമ്പോൾ അതിന് ജീവൻ വെക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. മല്ലിയില വാങ്ങിക്കൊണ്ട് വന്നാൽ അടിഭാഗം മണ്ണുണ്ടെങ്കിൽ ആദ്യം ആ മണ്ണ് നന്നായിട്ട് കഴുകിക്കളയണം. ഇതിന് ശരിക്ക് മണ്ണുണ്ടായിരുന്നു. ആ ഇലയിലൊന്നും പറ്റാത്ത രീതിയിൽ കുനിച്ചു നിർത്തി ആ മണ്ണ് നന്നായിട്ട് കഴുകിക്കളഞ്ഞു. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ അങ്ങ് ഞെരുടി കഴിവരുത്, ഒന്ന് ഒലച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ വിന്നിട്ട് മണ്ണും. മല്ലിയില ശരിക്കും വൃത്തിയില്ലാത്ത സ്ഥലത്ത് വളരുന്നതാണ്. ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ നോർത്തിലെ കാര്യമാണ് പറഞ്ഞത്. അത് കണ്ടാൽ നമ്മൾ യാതൊരു കാരണവശാലും വാങ്ങി യൂസ് ചെയ്യില്ല. അപ്പം 3-4 പ്രാവശ്യം എത്രയും ആ വെള്ളം വെളുക്കുന്നോ അതുവരെ നല്ലതുപോലെ കഴുകണം. അതിനുശേഷം ഈ ഇലയ്ക്കകത്തൊക്കെ കേടായതും വാടിയ ഇലയും അഴുകിയ ഇലയും തണ്ടും ഒക്കെ കാണും, അതെല്ലാം ക്ലീൻ ചെയ്തങ്ങ് മാറ്റണം. നല്ല ഇല മാത്രമേ ആ തണ്ടിൽ വെക്കാവൂ. അതിനുശേഷം വെള്ളം വാനാനായിട്ട് കണ്ണോപ്പയിലിട്ട് വെക്കാം. അതിനുശേഷം നന്നായിട്ട് വെള്ളം വാർന്ന ശേഷം നല്ലൊരു തോരുവൊന്നും വേണ്ട, അതിനുശേഷം ഡബ്ബയ്ക്കകത്താക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ എത്ര നാൾ വേണമെങ്കിലും. കാരണം 2 ആഴ്ച മുമ്പ് മേടിച്ച മല്ലിയില എൻ്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മല്ലിയില ക്ലീൻ ആക്കി വെക്കുന്നത് കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്യണം. പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ. കാരണം ഇതിന് മുമ്പ് ഞാനൊരു പ്രാവശ്യം കറിവേപ്പില മാസങ്ങളുള്ള എൻ്റെ ഫ്രിഡ്ജിൽ ഇതുപോലെ കവറിലാക്കി വെക്കുന്നതിനുള്ള വീഡിയോ കാണിച്ചപ്പോൾ 2 പേര് എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, ചേച്ചി അത് ഫ്രിഡ്ജിലും ഡിപ്പെൻഡ് ആയിരിക്കാം, നല്ല ഫ്രിഡ്ജല്ലെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കൊണ്ട് അത് മൊത്തം വാടി പന്നലായിട്ടിരിക്കുമെന്ന്. ശരിയായിരിക്കാം കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ വാടിയിരിക്കുന്ന മല്ലിയിലയാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഇങ്ങനെ ഒന്ന് കഴുകി ഇച്ചിരി കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് അത് കിട്ടുമേ. അപ്പോൾ ഉച്ചക്കത്തേക്ക് പയർ തോരൻ വെക്കാൻ വേണ്ടിയാണ് അതിൽ നിന്നും കുറച്ചിട്ട് ക്ലീൻ ചെയ്തു അങ്ങനെ പയർ അരിയുവാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് ഇത്തിരി ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പണി ഇതാണല്ലേ. പക്ഷെ ചില സമയത്ത് ഞാൻ മറന്നു പോകുന്നേ, ഇരുന്ന് ചെയ്യാതെ നിന്ന് തന്നെ അരിയും. പിന്നെ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാ ഈ നിൽക്കുന്നേ, ഇരുന്നങ്ങ് അരിഞ്ഞൂടേന്ന്. നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് 100 കൂട്ടം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഇനി ചെയ്യാനുള്ളതും ചെയ്തതിൽ ഇനി ചെയ്യേണ്ടത് എന്തായിരുന്നു എന്നും. ചില സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഇന്ന കാര്യം ചെയ്തില്ലല്ലോ എന്ന്. പിന്നെ അത് അവിടെ വെച്ചേച്ച് പെട്ടെന്ന് പോയി അത് ചെയ്യും. കാരണം പിന്നത്തേതെന്നാക്കിയാൽ അത് മറന്നുപോകും. ഞാനെന്നല്ല, എല്ലാവരും ഇങ്ങനെയായിരിക്കും. എന്തെല്ലാം ചിന്തകളാണെന്നോ ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ കൂടി പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അമേരിക്ക, UK, കാനഡ വരെ ഞാൻ പോയിട്ട് വരും, ഫ്രീ ആയിട്ട് പോയിട്ട് വരും. അതെല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ, ദിവാസ്വപ്നം എന്ന് പറയത്തില്ലേ, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് സ്വപ്നം കാണുക, ഇതൊക്കെ ഇങ്ങനെയുള്ള സമയത്താണ് നടക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കള്ളിപ്പൂച്ച, എന്ന് വെച്ചാൽ കള്ളിപ്പൂച്ച. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഈ ഏരിയയിലുള്ള എല്ലാ വീടിനും ഒരു പേടി സ്വപ്നമാണ് ഈ സംഭവം. ജനൽ തുറന്നിടാൻ പറ്റത്തില്ല, കഥ തുറന്നിടാൻ പറ്റത്തില്ല. ഈവൻ മേളി സ്റ്റെയറിൻ്റെ മേളിൽ കൂടെ കയറിപ്പോലും പാരപ്പറ്റി കൂടെ വേണമെങ്കിലും അകത്ത് കയറും. അങ്ങനെ ഒരു സാധനമാണ് ഇത്. ഭയങ്കര നാശമാണ്. പയർ അരിഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ഓമയ്ക്ക കുത്തിയിട്ട് എടുത്തില്ലല്ലോ എന്ന്.
അന്നേരം അത് ഓർത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കാക്ക കൊണ്ടുപോയേനേം കേട്ടോ. കാരണം നന്നായിട്ട് പഴുത്തതാണ്. ഇന്ന് തന്നെ അത് കട്ട് ചെയ്യാൻ പരുവത്തിനാണ്. അതല്ല ഇച്ചിരി കൂടെ പഴുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം ഞാൻ അരിഞ്ഞ കയ്യുറ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. നിങ്ങൾ ചിന്തിച്ച് കാണും ഇവർക്ക് വേറെ അത്രയ്ക്കൊരു കയ്യുറ എടുക്കാനില്ലേന്ന്. മടിയായതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പലരും സാധനം മേടിക്കുമ്പോൾ കയ്യുറയും മേടിക്കാറുണ്ട് നമ്മുടെ കടയിൽ നിന്ന്. അങ്ങനെ ഒരു പുതിയ കയ്യുറ എന്തായാലും എടുത്തതാണ്. അപ്പോൾ പയറരിഞ്ഞു, അതിന് വേണ്ടി സവാള എടുത്ത് വെച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഞാൻ ആദ്യം ഇതെല്ലാം കൂടി ഒന്നിട്ട് ഞെരിടുവാണ് കേട്ടോ. അതായത് പച്ചമുളക് ഉണ്ടെങ്കിൽ അത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാന്താരി, പഴുത്ത കാന്താരിയാണ്. അത് കൈവച്ചങ്ങ് ഞെരിടുവാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവരങ്ങനെ ചെയ്യരുത്, പണി കിട്ടും, കൈ നല്ല പുകച്ചിലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെള്ളനാരങ്ങയ്ക്ക് വേണ്ടി പച്ചമുളക് അരിഞ്ഞിട്ട് ദൈവമേ 2 ദിവസം എനിക്ക് എൻ്റെ കൈ അനക്കം വയ്യായിരുന്നു പുകച്ചിൽ കാരണം. ജോസൻ ഇനി പറയാനൊന്നുമില്ല, കാരണം ആ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്തായിരുന്നു ഈ ബുദ്ധിമുട്ട് വരുമോ. വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കേട്ടോ, എൻ്റെ കൈ പുകഞ്ഞൊരു പരുവായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പയറിന് ആവശ്യമായ തേങ്ങ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ചിരകി വെച്ചിരുന്നാൽ അറിയാതെ നമ്മുടെ കൈ കുറച്ച് കൂടുതലിടും. അതല്ല എന്നുണ്ടെങ്കിൽ തോരനൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് തേങ്ങ ചേർക്കുന്നത് കേട്ടോ. കാരണം ജോസാനും അതിനോടാണ് പ്രിയം. മറവിയുടെ കൂടാരമാണ് ഞാൻ ഇപ്പോൾ. കസേരയിൽ നിന്ന് എണീറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് എണീറ്റതെന്നുണ്ടെങ്കിൽ എണീറ്റ് അങ്ങോട്ട് തിരിഞ്ഞാൽ പിന്നെ മറന്നു എന്തിനാണ് എണീറ്റത്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും നോട്ട് ചെയ്യാനാണെങ്കിൽ ഒക്കെ എണീക്കുന്ന ഉടനെ ഇല്ല കൊച്ചു പിള്ളേരുടെ കൂട്ട് പറഞ്ഞുകൊണ്ട് പോകും എന്തിനാ പോകുന്നതെന്ന്. ബെഡ്റൂമിൽ നിന്ന് ചാർജർ എടുക്കാൻ പോവാണ്, അല്ലെ ഫോൺ എടുക്കാൻ പോവാണ്, അല്ലെ സിറ്റ് ഔട്ടിൽ നിന്ന് ഇന്നത് എടുക്കാൻ പോവാണ്, വർക്ക് ഏരിയയിൽ നിന്ന് ഇന്നത് എടുക്കാൻ പോവാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ തോരന് മഞ്ഞളിടാനും മറന്നുപോയി, ജീരകം ഇടാനും മറന്നുപോയി. ഇത് വറുത്ത് പൊടിച്ച ജീരകം വറുത്തിട്ടേ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതാവുമ്പം ജീരകം കടിക്കുന്നു എന്നുള്ള പരാതിയും വേണ്ട. പയറുതോരനൊക്കെ ആകുമ്പോൾ ഇത്തിരി ജീരകം വേണമല്ലോ. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല, ലാസ്റ്റിൽ ചേർക്കാം. അപ്പോൾ പയറിനകത്തിട്ടാണ് സാധാരണ പച്ചക്കറി തോരനൊക്കെ പയറിനകത്തിട്ട് ആ പച്ചക്കറിക്കകത്ത് ഇട്ട് ഞെരിടാറുണ്ട്. പക്ഷെ കാബേജിനും ഈ പയറിനും ഞാനങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പയറങ്ങ് ഉടഞ്ഞേ വല്ലാണ്ടാവുന്നു. കാബേജിനും അങ്ങനെ ചെയ്യുന്നതിനോട് അത്ര താല്പര്യമില്ല എനിക്ക്. തോരൻ വെക്കാനായിട്ട് പാത്രം വെച്ചു. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം കടുകിട്ട് പൊട്ടിയ ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. പയറിന് വേവുള്ളത് കൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ പയറിലും ഡിപ്പെൻഡാണ് കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റുള്ള പയറാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ആവിയിൽ വേവിക്കാം. വേവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എത്രയും വേവണമെന്നുള്ളത്. പെട്ടെന്ന് തന്നെ ആവി വരും. അതിനുശേഷം തുറന്ന് നോക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെന്തിട്ടും വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടയ്ക്കേണ്ട, തുറന്നിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ മല്ലിയില കുറേ നാൾ കേടാവാതെ ഇരിക്കുന്നു. ഇത് ഞാനൊരു 2 ആഴ്ച മുമ്പ് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഓരോ പ്രാവശ്യവും ആവശ്യത്തിന് എടുക്കുമ്പോൾ അതിൽ കേടായ ഇലകൾ, ഇതുപോലെ വാടിയത്, അഴുകാൻ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്ത് മാറ്റണേ. കാരണം അത് അതിൽ തന്നെ വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചാൽ നമ്മുടെ ആ ഇല കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കവറിൽ കെട്ടി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഈ പാത്രത്തിൽ ഇട്ട് വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ ഞാൻ തേങ്ങയിട്ട പാത്രം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് മേടിച്ചപ്പോൾ അതിൻ്റെ അടിയിലിടാൻ കിട്ടിയ ഒരു ജാലിയാണിത്. ഇതിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയ്ക്കും ഞാൻ അതിട്ട ശേഷമാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണോ എന്നും അറിയില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. കാരണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജാലിയുടെ അടിയിലോട്ട് പൊക്കോളും. ഇത് ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ, ചിലപ്പോൾ ഞാൻ 2 എണ്ണം അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പയറ് നന്നായിട്ട് വെന്തു. ഞാൻ അതിന് ശേഷം അടച്ച് വെച്ചിട്ടില്ല, ഒരിത്തിരി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട്. പിന്നെ തുറന്നിട്ട് ആവിയിലാണ് വേവിച്ചത്. ഒത്തിരി ആയിട്ട് വെള്ളം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തീ ഇത്തിരി കൂട്ടിയിട്ട ശേഷം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ആ വെള്ളം അങ്ങ് വറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നമ്മൾ ഒത്തിരി ഞെരടിയിട്ടും ഇല്ല. അതുകൊണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ടേ, കാരണം ആദ്യം നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു.
അപ്പോൾ ഇത് ഇന്ന് കഴുകിയ മല്ലിയില ഇതും ഇതുപോലൊരു പാത്രത്തിലാക്കി, ഇതാണ് ഈ ജാലിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കഴുകിയ ഉടനെ അല്ലേ വെക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഈർപ്പം ഇലയ്ക്കകത്തൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു ഡബയ്ക്കകത്ത് തന്നെയാണ് ഞാൻ എല്ലാം വെക്കുന്നത്. ഇങ്ങനെ കുത്തി തിരികെ വെച്ചാൽ പന്നലാവില്ലേ എന്നൊരു സംശയം വേണ്ട. എനിക്ക് തോന്നുന്നു നല്ല മല്ലിയിലയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മല്ലിയിലയായിരുന്നു. അതിൻ്റെയും ഗുണമില്ലാതിരിക്കത്തില്ലല്ലോ. ഈ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ കഴുകി ഞാൻ സാധാ പാത്രത്തിലല്ല, കണ്ണോപ്പയിലാണേ വെച്ചത്. കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ കമ്പോടെ വെക്കുന്നത് കൊണ്ട് തന്നെ അതിന് പറ്റിയ പാത്രമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ വലിയ കവർ എടുത്തിട്ട് അതിനകത്ത് ഇടിച്ച് കുത്തി കയറ്റി വെക്കത്തൊന്നുമില്ല കേട്ടോ. ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ജസ്റ്റ് മേളിലായിട്ട് വെച്ചിട്ട് കെട്ടി അതുപോലെ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാൻ കവർ കെട്ടുമ്പോഴും ഇറുക്കി കെട്ടി വെക്കാറില്ല. ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ഒരു വായുസഞ്ചാരം പോലൊക്കെ ഇട്ടിട്ടേ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ കറിവേപ്പില വെക്കുന്നിടത്ത് വേറെ ഒന്നുമേ വെക്കാറില്ല, ചുരുട്ടിക്കയറ്റി വെക്കാറുമില്ല. അതിനെ നല്ല ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഡബ്ബ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ കറിവേപ്പിലയൊക്കെ കഴുകുമ്പോഴേ ഓരോ ഇതളായിട്ട് കുഞ്ഞു ഇതായിട്ട് വീഴുന്നത് പോലും കളയില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്ത് കഞ്ചൂസാണെന്ന്. നല്ല കറിവേപ്പിലയാണ്, പിന്നെ എന്തിനാ കളയുന്നത്? കാരണം നമുക്ക് പാചകത്തിന് എടുക്കാമല്ലോ. അപ്പം ഞാൻ പാചകത്തിന് എടുക്കാനായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കും. ഇങ്ങനെ ഇതളായിട്ട് ഇങ്ങനെ വരുന്നത് ഇതുപോലെ ആദ്യം ചെറിയ പാത്രത്തിലാക്കിയപ്പോൾ തികഞ്ഞില്ല, അതുകൊണ്ട് ആ വലിയ പാത്രത്തിലോട്ടാക്കി വെച്ചു. അതല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടി വേറെ ഒരു കവറിൽ 2-3 കമ്പ് ഇങ്ങനെ മാറ്റി വെക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആ മറ്റേത് തുറക്കുമ്പോൾ അത് കേടാവും പെട്ടെന്ന്. അതിന് ഞാൻ അച്ചാറുകൾ എടുക്കുമ്പോൾ മാത്രമേ ആ വലിയ പാക്കറ്റുകൾ തുറക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി യൂസിന് വേണ്ടി ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചേക്കും. ഇതിൽ തീരുമ്പോൾ ആ കവറിനകത്തുനിന്ന് കുറച്ചുകൂടി എടുത്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തെല്ലാം ചെയ്താലാണ് കറിവേപ്പിലയെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റുന്നത്? കാരണം നമ്മൾ മലയാളികളുടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സാധനം മേടിച്ചുകൊണ്ട് വരാൻ ഈ ബുദ്ധിമുട്ടില്ല, ഈ കഴുകി പറക്കി വെക്കാണ് അന്യായം. പച്ചമുളകാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നാൽ ഉടനെ കഴുകി വൃത്തിയാക്കി അതിനകത്തെ ഇലകളും പച്ചമുളക് ഉണ്ടെങ്കിൽ അതായത് ചതഞ്ഞതും അങ്ങനെയൊക്കെയുള്ള പച്ചമുളക് കാണുമല്ലോ, അതെല്ലാം അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ 3-4 വെള്ളത്തിൽ കഴിയും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒക്കെ സമയമുണ്ടെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. സമയമില്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 വെള്ളത്തിയിട്ട് ഇങ്ങനെ അങ്ങ് കഴുകിയെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സമയമുള്ളതൊക്കെ അങ്ങനെ ചെയ്തോളാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഇതും നല്ലതുപോലെ കഴുകി വാരി അതിനകത്തെ ഇലകളെല്ലാം കളഞ്ഞാതിരുന്നാലും നമ്മുടെ പച്ചമുളക് കഴുകിപ്പോൻ ചാൻസ് ഉണ്ട്. അതുപോലെ പകുതി മുറിഞ്ഞതും തണ്ട് മുറിഞ്ഞതും പിന്നെ ഈ ചതഞ്ഞതും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഇതും ഇതുപോലെ കണ്ണോപ്പയ്ക്കകത്താക്കി വെക്കും. കണ്ണോപ്പയിലാക്കി അത് കുറേ നേരം ഇതിനകത്ത് പോയി മൊത്തത്തിൽ വെള്ളം വാലത്തില്ല, ഇച്ചിരി വെള്ളമയം കാണുമല്ലോ. കാരണം പലരും പറയും തുടച്ചൊക്കെ വെക്കണോ, ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ. പണ്ട് അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അതിനും ഇതുപോലെ ഈ ജാലി ഇടാൻ നോക്കി. നേരത്തെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. പെട്ടെന്ന് തലയിലോട്ട് വർക്കായില്ല, വെക്കാൻ നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് ആ ജാലി ഇരിക്കത്തില്ല. വേറെ മറ്റേ ആ ജാലി വെക്കാൻ പറ്റുന്ന പാത്രം എൻ്റെ കയ്യിൽ ഉണ്ട്. എങ്കിലും വീണ്ടും പോയി എടുക്കണമല്ലോ എന്നുള്ള ഇതും കൊണ്ട് പച്ചമുളക് ഇതിനകത്ത് വെക്കാമെന്ന് വെച്ചു. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നറുകൾ ധാരാളം ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഓൺലൈൻ മേടിച്ചതിൻ്റെയൊക്കെ വീഡിയോകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയും റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു. എത്ര നാൾ വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ അതിരുന്നോളും. അതിനുശേഷം തക്കാളി കവറിനകത്തോട്ട് ഇട്ട് കുറേ തക്കാളി ഇതുപോലെ കൊണ്ടുവരുന്ന കഴുകി വൃത്തിയാക്കിയാണ് വെക്കുന്നത്. പക്ഷേ മറന്നുപോയി കവറിനകത്തോട്ട് ഇട്ട് പന്നലൊക്കെ സൈഡിലോട്ട് മാറ്റി നല്ലതൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇത് കഴുകിയില്ലല്ലോ, കയ്യിലൊരു ഒട്ടൽ പോലെ. അന്നേരമാണ് റിയലൈസ് ചെയ്തത് ഇത് കഴുകാതെയാണല്ലോ ഞാൻ കവറിനകത്ത് എടുത്ത് വെക്കുന്നത്. പിന്നെ അതെല്ലാം കൂടെ തിരിച്ച് തട്ടിയിട്ട് ആ പാത്രത്തിലോട്ട് അതിനുശേഷം തക്കാളിയും കഴുകി വൃത്തിയാക്കി കണ്ണോപ്പയിലോട്ട് വെച്ചു. അതിനുശേഷം തക്കാളിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വലിയ പാത്രം ഉണ്ട് ഇട്ട് വെക്കാനായിട്ട്, പക്ഷെ അത് കവറിൽ തന്നെ ഞാനങ്ങ് കെട്ടി വെക്കുമായിരുന്നേ. അതിനുശേഷം വെളുത്തുള്ളി ഇതെല്ലാം ആദ്യം പ്രയർ ഡിസൈഡ് ചെയ്തപ്പോൾ ഇതെല്ലാം വാങ്ങിയതായിരുന്നു കേട്ടോ. തക്കാളി ആയാലും പച്ചമുളകായാലും മല്ലിയിലയായാലും കറിവേപ്പിലയും ഒക്കെ നേരത്തെ മേടിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 2 ആഴ്ചയോളം പിന്നെ സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്തു.
തീർത്തു. സവാളയായാലും വീണ്ടും പുതിയത് മേടിക്കേണ്ടി വന്നു. അപ്പം അതിൻ്റെ അടുക്കിപ്പറക്കലുകളാണ്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചിയുടെ മോള് പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി മോൾക്ക് അച്ചാറുകളൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ പറഞ്ഞു മാങ്ങയും നെല്ലിക്കയും ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്ക മേടിച്ച് ഇച്ചിരി അച്ചാറിട്ടിട്ട് 2 ദിവസം കൊണ്ട് തീർത്തെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ എൻ്റെ നെല്ലിക്ക സ്റ്റോക്ക് കൊണ്ട് മാങ്ങയില്ല. അപ്പം ചുമന്ന നെല്ലിക്കയും നെല്ലിക്ക കാന്താരി. ചുമന്ന നെല്ലിക്ക അങ്ങ് നന്നായിട്ട് കനിഞ്ഞ് അയ്യോ ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നെല്ലിക്ക കാന്താരിയും നന്നായിട്ട് എരിയൊക്കെ പിടിച്ച് ഞാൻ മിക്കവാറും ഈ നെല്ലിക്ക കാന്താരി ഞെരടി പച്ചവെള്ളം കുടിക്കാറുണ്ട്. സാധാ വെള്ളം കുടിക്കത്തില്ലേ, അതുപോലെ ഈ നെല്ലിക്ക കാന്താരി ഞെരടിയിട്ട് പണ്ടത്തെ അമ്മമാർ കടുമാങ്ങയും നാരങ്ങ അച്ചാറും ഒക്കെ ഇട്ട് കുടിക്കത്തില്ലേ, അതുപോലെ ഈ നെല്ലിക്ക കാന്താരി ഞെരടി ഞാനിപ്പോൾ സ്ഥിരം എൻ്റെ പരിപാടിയാണത്, വെള്ളം കുടി. അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് കൊടുത്തു വിടാൻ വേണ്ടി മാറ്റിയതാണ് ചുമന്ന നെല്ലിക്കയും നെല്ലിക്ക കാന്താരിയും. എൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങ അച്ചാർ മേടിക്കുന്നവർ മിക്കവാറും 90% ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ബെൻസി എന്താണ് ഇതിൽ ചേർക്കുന്നത്, പഞ്ചസാര ചേർക്കാറുണ്ടോ? വിനാഗിരി ഓവറായിട്ട് ചേർക്കുന്നില്ല, അതിൻ്റെ അധികം പുളി അറിയാനില്ല, നാരങ്ങയുടെ പുളിയാണ് മുമ്പിട്ട് വയ്ക്കുന്നത്, എന്താണ് ഇതിന് കയ്പില്ലാത്തതെന്ന് ധാരാളം പേര്. ഒരു സീക്രട്ടും ഇല്ല. ഈ ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. നാരങ്ങ അച്ചാർ നാരങ്ങ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും 50 രൂപയ്ക്ക് 4 കിലോ, അല്ലെന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് 3 കിലോ, ഇങ്ങനെയൊക്കെ. ഞാൻ ഇതുവരെ അത് മേടിച്ച് അച്ചാറിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇത് 110 രൂപ 120 രൂപയുടെ നാരങ്ങയാണിത്. വില കൂടുതലുള്ളപ്പോഴും ഞാൻ 160 രൂപയ്ക്ക് നാരങ്ങ മേടിച്ചിട്ടുണ്ട്. അന്നും അച്ചാറിട്ട് ആ നാരങ്ങയ്ക്കകത്തെയാണ് തന്നിട്ടുള്ളത്. ഇപ്പോഴും നല്ല വിളഞ്ഞ് പഴുത്ത നാരങ്ങയാണിത്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണമെങ്കിലും അതൊന്ന് മുറിച്ചിട്ട് അതിനകത്ത് ഇത്തിരി ഉപ്പിട്ട് ഉറിഞ്ച് കഴിക്കുമായിരുന്നല്ലോ കുഞ്ഞിലെ, അങ്ങനെ കഴിക്കാനും നല്ല എന്താണ് കയ്പെന്ന് പറയുന്നതേ ഇല്ലാത്ത നാരങ്ങയാണ്. അപ്പം നാരങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ടും ക്ലീൻ ചെയ്ത്, നാരങ്ങ ഞാൻ കഴുകി വെക്കാറില്ല, കാരണം ഇന്ന് തന്നെ എനിക്കിത് അരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജിൽ വെക്കത്തേ ഉള്ളൂ. അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനകമൊക്കെ അരിയുമെന്നുണ്ടെങ്കിൽ, അല്ല പിറ്റേന്ന് തന്നെ അരിയുമെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കാറുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല 2 ദിവസം കൊണ്ട് എനിക്ക് അരിയാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാനാണ്. അപ്പോൾ അതിനകത്തും ചതഞ്ഞതും പൊട്ടിയതും ഒക്കെ എത്രയൊക്കെ ആയാലും ഇടയ്ക്ക് കിട്ടും. എത്ര നല്ല ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാലും അതിനിടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ അതിനെ സൈഡിലോട്ട് മാറ്റിയിട്ട് നല്ലത് മാത്രം തെരഞ്ഞു പറക്കിയെടുത്ത് ഒരു സഞ്ചിക്കകത്തോട്ടാക്കുകയാണ്. അപ്പം മനസ്സിലായല്ലോ, ഇതാണ് സീക്രട്ട്, വേറെ ഒരു സീക്രട്ടും ഇല്ല. ഞാൻ ഇതിനെ തൽക്കാലത്തേക്ക് നമ്മുടെ ഡീപ് ഫ്രീസർ ഉണ്ടല്ലോ, അതിനകത്ത് ജസ്റ്റ് കൂളിംഗ് ഓപ്ഷനാണ് കേട്ടോ. കാരണം നമുക്ക് പച്ചക്കറികളൊക്കെ നല്ല ശീതീകരിച്ച് വെക്കാൻ പറ്റുന്ന ആ ഓപ്ഷനിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഓൾറെഡി അതിനകത്ത് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം സാലഡിന് വേണ്ടി കുറേ ക്യാരറ്റുകളുണ്ട്, ബീട്രൂട്ടും, പിന്നെ ചൗച്ചവ് ഒരു പ്രാവശ്യം കുറേ മേടിച്ചായിരുന്നു, അതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ തക്കാളി ഇപ്പം കഴുകിയത് തക്കാളി ആയാലും ഈ നാരങ്ങയായാലും എല്ലാം ഇതിനകത്തോട്ടാണ് ഇപ്പോഴത്തേക്കൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നാരങ്ങ ഒരു 3-4 ദിവസം കഴിയുമ്പം ഞാൻ എടുത്ത് അച്ചാറിടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സീക്രട്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ഫ്രീസർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ, നല്ല യൂസ്ഫുൾ ആണ്. ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തവർക്ക് ഇത് ഡീപ്പ് ഫ്രീസറായിട്ടും യൂസ് ചെയ്യുക. അതായത് മീന്, ബീഫ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെക്കണമെങ്കിൽ നല്ല ഡീപ്പായിട്ട് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതല്ല സാധാ കൂളിംഗ് ആണെങ്കിൽ അതുമുണ്ട്. പെതുക്ക് വെക്ക്, അത് ചതഞ്ഞു പോത്തില്ല എൻ്റെ ഫോൺ. ഒരു സമാധാനമില്ല. എൻ്റെ തൊണ്ട വരെ അടച്ച് ജോലി ചെയ്തു. അപ്പോൾ ചേച്ചി അവിടെ തൂത്ത് കൂട്ടിയത് ഓരോരുത്തടുത്തിട്ട് ചുട്ട് കത്തിക്കുവാണേ, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ കിടന്ന് പറക്കുമല്ലോ. അപ്പം എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്, തൂത്തുവാരി കത്തിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തോരൻ വെച്ച പാത്രം തോരനൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഞാൻ അന്നേരം തന്നെ കഴുകി മാറ്റി വെച്ചു. എനിക്ക് കാൽവേദന സഹിക്കാൻ വയ്യ കേട്ടോ. കാരണം നല്ല വിരലൊക്കെ അങ്ങ് ഭയങ്കര വേദന. ഇത് എൻ്റെ എണ്ണപ്പാത്രമാണ്, കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത് ഇതെന്താ കഴിവത്തില്ലേ തുടക്കത്തില്ലേന്ന്. സ്ഥിരമായിട്ട് എണ്ണ ചൂടാക്കുന്നത്. സാധാരണ ഒരു തവ എങ്ങാനും ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഈ പാത്രം വെച്ച് ചൂടാകുമ്പോഴാണ് എണ്ണ ഒഴിക്കുന്നത്. ഇന്ന് അത്രയൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചങ്ങ് ചൂടാക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കാലിൽ പുരട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യണം. സ്റ്റൗ ഒന്നും ക്ലീൻ ചെയ്തില്ല, എല്ലാ പണിയും കഴിഞ്ഞിട്ട് സ്റ്റൗ ക്ലീൻ ചെയ്യുള്ളൂ. എന്നിട്ട് നിന്റെ ബലൂൺ എങ്ങനെ ഉണ്ടായിരുന്നു എക്സിബിഷന്? എല്ലാവർക്കും ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് എന്റെ അടുത്ത് നോക്കാനൊക്കെ. എന്നുവെച്ചാൽ ബാക്കിയുള്ള മോട്ടറല്ലേ, എന്റെ ഒരു എക്സ്പെരിമെന്റ് അല്ലേ.
ബലൂൺ വെച്ചിട്ട് ആ ചെയ്യുന്നത്. അത് അതുകൊണ്ട് ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ നീ ഉണ്ടാക്കിയതൊക്കെ യൂട്യൂബിൽ വഴി അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി പിള്ളേർക്ക്. നിന്റെ വീഡിയോ അവര് വല്ലതും കാണാറുണ്ടോ? എല്ലാം തോന്നുന്നു. ആ. അവരോട് എന്നിട്ട് എന്തിയാ നിന്റെ സാധ ഞാനൊന്നും കണ്ടില്ല വീഡിയോ എടുക്കാൻ. അത് അവിടെ ഞാൻ കാണിക്കാം. വീട്ടിൽ കൊണ്ടുവന്നോ? വീട്ടിൽ കൊണ്ട് ഞാൻ കാണിക്കാം. ആ നാളെ കൊണ്ടുവരാം. ആ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടീച്ചർ എന്താ പറഞ്ഞു? ടീച്ചറിന് സന്തോഷമായോ? ടീച്ചർമാർക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അവരങ്ങനൊന്നും പറയത്തില്ല. ആ അവര് ഇന്ന് നോക്കിയിട്ട് പോകും. ആ അതിനകത്ത് എഴുതിയിട്ട് പോകും. ബാക്കി പണിയും കൂടെ ഇന്ന് രാത്രി കൂടെ ചെയ്യും. അതെ, നമുക്ക് ഇനി ബൾബ് മാറ്റി. അങ്ങനെ എനിക്ക് നാളെ ആരാധനയ്ക്ക് പോകാം. പകല് കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു, സന്ധ്യ കഴിഞ്ഞു, രാത്രിയായിട്ടും എൻ്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കുപ്പി പാത്രങ്ങളുണ്ടല്ലോ, പ്ലേറ്റുകൾ, അതും കുറച്ച് ഗ്ലാസ്സുകളും ഒക്കെ കഴുകി ഈ ബേസിനകത്തോട്ട് ഇടാമെന്നും പറഞ്ഞ് അതൊന്ന് കഴുകി വൃത്തിയാക്കുവാണേ. അപ്പോൾ അതിനുശേഷം ആ തീരുമാനവും മാറ്റി. ഈ കസേര എടുത്ത് അവിടെ വെച്ചേക്കണോ? അങ്ങ് അങ്ങോട്ട് എടുത്ത് വെച്ചേരെ. എങ്ങോട്ടാ? ആ സ്റ്റോറിലോട്ട്. സ്റ്റോറല്ല, വർക്കേരിയയിലോട്ട്. ഏത് കസേരയാ? ഒരെണ്ണമല്ലേ ഉള്ളൂ. അല്ല അതോ? അല്ല, അത് ആ കസേരകൾ തുടച്ചു വെക്കണം. അത് ഇവിടെ കയറ്റി വെക്കണം. ഒരു ദിവസം പറയും ഇപ്പം തുടയ്ക്കുന്ന എപ്പോഴാണെന്ന്. അപ്പം നമ്മൾ വാടകയ്ക്ക് എടുത്ത ആ അണ്ടാവോ വാർപ്പോ എന്ത് വേണേലും പറയാം. അതും പിന്നെ എൻ്റെ കയ്യിൽ ഇൻഡാലിയത്തിൻ്റെ വലിയ ഉരുളി ഉണ്ടല്ലോ, അതും കഴുകി വൃത്തിയാക്കി വെച്ചു നാളത്തേക്ക്. പിന്നെ അടുപ്പ് ഇവിടെ ഫിക്സ് ആണ്. എന്ന് ചക്കവരട്ട് തുടങ്ങിയോ അന്നോട്ടുള്ള അടുപ്പ് ഫിക്സ് ആണ് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ, കാരണം പേപ്പർ പ്ലേറ്റിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെങ്കിലും കുറച്ച് പ്ലേറ്റുകളൂടെ അത്യാവശ്യം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കണമല്ലോ. അങ്ങനെ മേശപ്പുറത്തിരുന്ന് ആരെങ്കിലും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങനെയൊക്കെ മാറ്റിയതാണ്. പിന്നെ കുറച്ച് കപ്പുകൾ, ചായ കപ്പുകൾ, ഗ്ലാസ്സുകൾ ഒക്കെ കഴുകണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് ആ ബേസിനിലോട്ട് ഇട്ട് വെക്കാമെന്ന് വെച്ചപ്പോൾ എനിക്കൊരു സംശയം, ഇനി വെയിറ്റ് എല്ലാം കൂടെ കയറി അത് പൊട്ടുമോ ഇല്ലയോ, എങ്ങനെ കമത്തി വെക്കും, വെള്ളവും വാലണം. അപ്പോഴാണ് ഓർത്തത് ഇത് പഴയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. നേരത്തെ ഇതിനകത്താണ് നമ്മുടെ ക്യാബിനറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇതിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഞാൻ ഓർത്തത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അത് ഒരെണ്ണം മാത്രമല്ല, ഒരു 3 എണ്ണം വെച്ച് ഒരു റാക്കിൽ വെക്കാം. അപ്പോൾ ധാരാളം പാത്രങ്ങളും അതിനകത്ത് കയറും. അപ്പോൾ ഞാൻ കഴുകിയ പാത്രങ്ങളെല്ലാം അതിനകത്ത് കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു. നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റാക്കാണ് കേട്ടോ. പക്ഷേ പ്രെയർ കഴിഞ്ഞിട്ട് പാത്രമെല്ലാം മാറ്റിയ ശേഷം ഞാൻ വീണ്ടും അതിനെ അങ്ങ് മാറ്റി കേട്ടോ. അപ്പോൾ എല്ലാം ഒതുങ്ങി അതിനകത്ത് ഇരുന്നോളും. എനിക്ക് അങ്ങോട്ട് വെട്ടം കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അപ്പൊ അറിയത്തില്ല. ഈ കുഞ്ഞു ലൈറ്റൊക്കെ ഇരുന്ന് ഓഫ് ചെയ്യാം. അപ്പൊ അറിയാലോ. അങ്ങോട്ട് കറക്റ്റ് ഡയറക്റ്റ് വെട്ടം പോകും. ഇതിപ്പോ ഇങ്ങോട്ട് വെട്ടമില്ല. ബാക്കിയല്ലേ ആ ലൈറ്റ് കൂടെ ഒക്കെ ഇടുമ്പോ ഇവിടെ എല്ലാം വെട്ടോ. അവിടെ വെട്ടക്കുറവുണ്ടോ വെഞ്ചി? ഇവിടെ കാർ പോർച്ചിൽ ഒരെണ്ണം കൊടുത്താൽ നല്ലതായിരുന്നു. അതോ? ഉം. ബാക്കി വയറിങ് എല്ലാം കഴിയട്ടെ. കിടന്നു ഇരുന്നൊക്കെ ഇറങ്ങുന്നേ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നെ? ഇപ്പൊ ഇറങ്ങണ്ടല്ലേ ഞാൻ വരട്ടെ. ചേച്ചി അപ്പുറത്തെ ലൈറ്റില്ലേ ചേച്ചി? ലൈറ്റ് ഇല്ലയോ? അവിടെ ഉണ്ടാ ആ വാഷിംഗ് മെഷീന്റെ മേലെ സ്വിച്ചാ. അതവനറിയാം. ഇനിയും കുറേ പണിയുണ്ട്. സ്പൂണുകളും പാത്രങ്ങളും, ബാക്കിയുള്ള വിളമ്പാനുള്ള പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, അല്ലാതെ വെള്ളം കൊടുക്കുന്നത് നമ്മുടെ മറ്റേ ഗ്ലാസ് ഉണ്ടല്ലോ, പേപ്പർ ഗ്ലാസ്, അതിനകത്താണ്. അപ്പം ബാക്കിയുള്ള അത്യാവശ്യത്തിനുള്ള ഗ്ലാസ്സുകൾ, പിന്നെ നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രങ്ങൾ, സ്പൂണുകൾ, തവികൾ, ഇതെല്ലാം കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ ഒന്ന് കുളിക്കണം. അയ്യോ, ഒക്കെ ഓരോന്ന് ചെയ്യുമ്പോഴാണെന്നേ ഓരോന്ന് അയ്യോ അത് ചെയ്തില്ലല്ലോ. ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഓർക്കുന്നത്. പിന്നെ അതവിടെ വെച്ചേച്ച് ഉടനെ അത് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാര്യം ഓർക്കും, പെട്ടെന്ന് പോകും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുക എന്താണ് കൊടുക്കുന്നത്, എന്താണ് ഐറ്റം എന്നൊക്കെ. ഒക്കെ ഒരു സസ്പെൻസായിട്ട് അവിടെ ഇരിക്കട്ടെ. വീഡിയോ തീർച്ചയായിട്ടും കാണിക്കാം. അപ്പോൾ സമയം രാത്രി 10:30. നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി. കുറേ നേരമായിട്ട് ജോസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ദോശ ഉണ്ടാക്കി തരട്ടെ, പിന്നാവട്ടെ എന്നും പറഞ്ഞ് ഓരോ ജോലി. ജോസൻ ലൈറ്റിംഗ് സിസ്റ്റം, ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ്. മുറ്റത്താണല്ലോ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ സെഫിനും ദോശ വേണം. അങ്ങനെ 2 പേർക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ഉള്ളി പൊളിക്കാൻ തുടങ്ങി. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ. അപ്പുറത്തിരിക്കുന്നതാണ് സെഫിൻ്റെ മമ്മി. പലരും കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. ഇതാണ് മെഫിൻ്റെ മമ്മിയും പപ്പയും.
അപ്പോൾ ഫിലിപ്പച്ചാൻ നല്ലൊരു കുക്കാണ്. നാളെ ഫിലിപ്പച്ചാൻ്റെയും കൂടെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാവുന്നത് കേട്ടോ. അപ്പോൾ നാളെ എന്താണ് സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് കൊച്ചുള്ളിയാണ്. സവോള രാവിലെ പൊളിക്കാമെന്ന് പറഞ്ഞു. കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആണല്ലോ കൂടുതൽ സമയം വേണ്ട കാര്യങ്ങൾ. അപ്പോൾ പാതിരാത്രി ഇരുന്ന് ഞങ്ങൾ അതെല്ലാം ചെയ്യുകയാണ്. ഇവിടെ രണ്ടുപേരും എന്തായിരുന്നു കഴിക്കുന്നു. സെഫിന് വേറെ എങ്ങും സ്ഥലമില്ല, മണ്ടേ കയറി ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ നല്ല ടയേർഡാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കണമെന്നുണ്ടിരുന്നല്ലോ. ലൈറ്റ് സിസ്റ്റം ഹെൽപ്പറും മുതലാളി എല്ലാം കൂടെ ചെയ്യുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്. ഞങ്ങളിവിടെ കൊച്ചുള്ളി പൊളിക്കുന്നു. കുറേ നേരമായി ജോസാനും സെഫിനും അടുക്കളയിലോട്ട് പോയിട്ട് ഞാൻ നോക്കാൻ വന്നത് എന്താണ്, കാരണം അടുക്കളയിൽ പ്രത്യേകിച്ച് ലൈറ്റ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, പുറത്തല്ലേ. വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇന്നത്തെ കലാവിരുത്, ആ മേളത്തെ പൂവും ആ താഴത്തെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളും. പക്ഷേ എനിക്ക് ക്യാമറയിൽ നന്നായിട്ട് അതിൻ്റെ വിഷ്വല് കിട്ടിയിട്ടില്ല. കാരണം ഈ ലൈറ്റും താഴെ ക്യാബിനറ്റിനകത്തെ ലൈറ്റും ഒരേ കണക്ഷനാണ്. അതുകൊണ്ട് അത്ര ഭംഗി അങ്ങോട്ട് അറിയുന്നില്ല. ഒരു വീട് മൊത്തം ലൈറ്റ്, എവിടൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യാമോ അവിടെ എല്ലാം വേണം. എൻ്റെ ശരീരത്തൂടെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെക്കും. അതാണ് ജോസൻ. കൊച്ചുള്ളി പൊളിച്ചു, ഇഞ്ചി ചിരണ്ടി, വെളുത്തുള്ളി ഞങ്ങൾ ലാസ്റ്റ് ഘട്ടത്തിലൂടെ എടുക്കുന്നു. സമയം 11:30. രസമുണ്ട്, ഉറക്കം വരുന്നില്ല. അവസാനം എത്ര വന്നു? 237. അതെന്തോ അത്രയും വന്നേ? വെള്ളത്തിന്റെയോ? വെള്ളത്തിന്റെ 40 രൂപയെന്നും പറഞ്ഞെങ്ങാണ്ട ഞങ്ങൾ എടുത്തത്. പഴയ കാലത്ത് 40 രൂപയായിരുന്നു. ഇപ്പൊ മിനിമം 140 അപ്പോൾ എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. ഞാൻ എല്ലായിടത്തും അകത്ത് സെറ്റാക്കി. അവിടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് തൂത്തതേ ഉള്ളൂ. എന്നാലും നാളെ ഡീപ്പായിട്ട് ഒന്നുകൂടെ തൂത്തേ പറ്റും. എത്രയൊക്കെ ആണേലും ഇല കൊഴിയും മൊത്തം. അവസാനം ഇപ്പോൾ ഈ ഇൻ്റർലോക്ക് ഇട്ട ആ മുറ്റം രാവിലെ ദിവസം 5-6 പ്രാവശ്യമാണ് തൂക്കുന്നത്. അത്രയ്ക്കാണ് റബ്ബറില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തൂത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം ഗേറ്റൊക്കെ അടച്ച് കയറുകയാണ് കേട്ടോ. ഇന്നത്തെ അധ്വാനം കഴിഞ്ഞ ശേഷം ഇനി രാവിലെ എണീക്കണം. രാവിലത്തെ പരിപാടികൾ കുറേ ഉണ്ട്. നാളെ ഞാൻ ഏതായാലും രാവിലെ ചർച്ചിൽ പോവില്ല, അപ്പോൾ പറ്റില്ല. രാവിലത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഇരിക്കുന്നു. എൻ്റെ മൂക്കടഞ്ഞെന്ന് തോന്നുന്നു. ദിവസം തണുക്കുന്നു, എനിക്ക് തണുക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്തിരി വലുതായിപ്പോയി. വലിയ വ്ളോഗ് ഇടും എന്ന് പറയുന്നവർക്ക് സന്തോഷമായിരിക്കും. എന്നാൽ ഇത്രയും സമയം എന്തിനാണ്, ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചവർ പ്ലീസ് ഒന്ന് ക്ഷമിച്ചേരെ. നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നാളെ രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് ഉടനെ അടുത്ത വ്ളോഗുമായിട്ട് വരാം. പ്രാർത്ഥനയൊക്കെ നല്ല അനുഗ്രഹമായിട്ട് കഴിഞ്ഞു. ഉടൻ ആ വീഡിയോയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.